എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആൻഡ് അഡിക്റ്റീവ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാർട്ടർ ഉണ്ടാക്കാം, ഡ്രംസ് ഓഫ് ഹെവൻ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് ക്യാമിയോ. ഇപ്പോൾ ഡ്രംസ് ഓഫ് ഹെവൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ, ചിക്കൻ ലോലിപോപ്പ്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. വിനീഗറാണ് 1 ടീസ്പൂൺ ഉണ്ട്. 1/4 ടീസ്പൂണിലും കുറച്ചുകൂടെ കുറവാണ് കേട്ടോ സോയ് സോസ്. ഡാർക്ക് സോയ് സോസ് എടുത്തിരിക്കുന്നത്. 1 മുട്ട, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദ. ഇത്ര നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 1 hour മാറ്റി വെച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാവേ. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇങ്ങനെ ലോലിപോപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആക്കി എടുക്കാവേ. ഇപ്പോൾ നമ്മുടെ ലോലിപോപ്പ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. നമുക്കിനി എടുക്കാം. അപ്പം ഡ്രംസ് ഓഫ് ഹെവന് വേണ്ടിയിട്ട് ഒരു സോസ് ഉണ്ടാക്കണം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇത് ചില്ലി പേസ്റ്റ് ആണ്. നിങ്ങൾക്ക് റെഡിമെയ്ഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വറ്റൽമുളക് സോക്ക് ചെയ്തിട്ട് കുറച്ച് വിനീഗറും ചേർത്ത് പേസ്റ്റ് ആക്കി എടുത്താൽ മതി. റെഡ് ചില്ലി സോസ് ഉണ്ട്, സോയ് സോസ് ഉണ്ട്, ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും ഗാർണിഷ് ചെയ്യാനായിട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും ഉണ്ട്, പച്ചമുളകുണ്ട്, ഒന്ന് തിക്കാനായിട്ട് കോൺഫ്ലോർ സ്ലറി ഉണ്ട്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഞങ്ങൾക്ക് യൂസ് ചെയ്യാവേ. ചൂടാവട്ടെ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടില്ലേ, അത് 1 ടേബിൾ സ്പൂൺ. ഗ്രീൻ ചില്ലി ഒരു 3 എണ്ണം. പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം. ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിലും കുറവ്, അതിൻ്റെ പകുതി മതി കേട്ടോ. ഒരു 1/8 ടീസ്പൂൺ ആണ്. ഡാർക്ക് സോയ സോസ് ചേർക്കാം. ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി സോസ്, ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ, ചില്ലി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇത് 2 പിഞ്ച് ഉപ്പിട്ടാൽ മതിയേ. സോസ് ഉള്ളതുകൊണ്ട് ഉപ്പ് ഉണ്ടാവും. ഒന്ന് ക്വിക്കായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറുകാനായിട്ട് കോൺഫ്ലോർ സ്ലറി ചേർക്കാം. ഇതൊരു 1/4 ടീസ്പൂണേ ഉള്ളൂ കേട്ടോ കോൺഫ്ലോർ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം. ക്വിക്കായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ലോലിപോപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇച്ചിരി പെപ്പറും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇച്ചിരി മധുരമൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ഹണിയൊക്കെ ചേർക്കാം കേട്ടോ. നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൊണ്ട് ഗാർണിഷ് ചെയ്യാം. അങ്ങനെതാ നമ്മുടെ ഡ്രംസ് ഓഫ് ഹെവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് തരണം. വേറെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി. ബൈ.